ഏറ്റവും സുൽത്താൻ എന്നറിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യത്തിലെ അതുല്യനായ കഥാകൃത്ത് സാധാരണക്കാരുടെ ജീവിതത്തെയും സ്നേഹത്തെയും ദാരിദ്ര്യത്തെയും ലളിതമായ ഭാഷയിൽ വരച്ചു കാട്ടി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിഖ്യാതമായ നോവലുകളും കഥകളും മലയാളികൾ എക്കാലവും ജിലേറ്റി. ബാല്യകാല സഖി, പാത്തുമായുടെ ആട്, ലുപ്പുപ്പാക്കുരാളില്ല, പ്രേമലേഖകൾ, മതിലുകൾ, അനുരാഗത്തിന്റെ ദിനങ്ങൾ, ഭാർഗവീ നിലയം, വിശ്വവിഖ്യാതമായ മൂക്ക്, ആനവാരിയും പൊക്കുരിശും, മുച്ചീട്ട് കളിക്കാരന്റെ മകനുകൾ. പുരോഗമന കലാസാഹിത്യ സംഘം എണ്ണൂർ മേഖലാ കമ്മിറ്റി അവതരിപ്പിക്കുന്നു ലഘുനാടകം മുച്ചീട്ട് കളിക്കാരനും മകനും. സ്വതന്ത്ര രചന സുനിൽ കെ ചെറിയാൻ. അരങ്ങിൽ ജോയ് പയ്യപ്പള്ളി, ഷിബി ഷിജോ, ജോയ് ടിവി, ആരാധന, ധർമ്മരാജൻ. സംവിധാനം പി.ഡി. പൗലോസ്. മുച്ചിട്ട് കളിക്കാരനും മകളും.
ഇത് ഒരു 3 ഷിഫ്റ്റാണ്. 1, 2, 3. ഇത് ഒരേപോലെ തോന്നുമെങ്കിലും ഇതില് ഒരു റാണി ഉണ്ട് കേട്ടാ. ഈ 3 ചീറ്റ് വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. റാണിയിൽ വെച്ചാൽ നിങ്ങൾക്ക്, ഊരിൽ വെച്ചാലോ ഞമ്മക്ക്. പണ്ട് ഇവിടെ വലിയൊരു ചന്തയാണ്. ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കറുപ്പ് വിളമ്പരം വരെ എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും, വാങ്ങും, കൊണ്ടുപോകും. എന്ത് അരി, കപ്പ, എല്ലാ കിഴങ്ങുകളും, പിന്നെ മണ്ണെണ്ണ, വെളിച്ചെണ്ണ, കൊപ്പറ, ഉണ്ടാക്ക്, എല്ലാ സാധനങ്ങളും ഇവിടെ വിൽക്കും. പിന്നെ ഉന്തുവണ്ടിക്കാർ, കാളവണ്ടിക്കാർ, ചുമട്ട് തൊഴിലാളികൾ, ഒരുപാട് ആൾക്കാർ വന്ന് ഭയങ്കരമായ ബഹള. പിന്നെ മുച്ചീട്ട് കളിക്കാർ മാത്രമല്ല, പോക്കറ്റ് കളിക്കാർ വരെ പറഞ്ഞു. എന്നെ കണ്ടാൽ എല്ലാവരും ഓടിക്കൂടും. എന്തിനാ? മുച്ചിട്ട് കളിക്കാൻ. അവർ ഓടിക്കൂടി വന്നാൽ ഒരു കളിയുണ്ട് നമ്മള്. ആർക്കും വെക്കാം, അതിലും വെക്കാം, മണ്ണിലും വെക്കാം, ആർക്കും വെക്കാം. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, 4 വെച്ചാൽ 8. വെക്കരുണ്ട, വെക്കരുണ്ട, തുറക്കാൻ പോവാണ്. തുറക്കാൻ പോവാണ്. വെക്കരുണ്ട, വെക്കരുണ്ട, തുറക്കാൻ പോവാണ്. തുറക്ക്. കായൊക്കെ നമുക്ക് കേട്ടാ, എല്ലാ കായും നമുക്ക്. നമ്മൾ ജയിച്ചിരിക്കണേ. ഈ ചന്തയിൽ ആരും മറിയില്ല, ആളും ബഹളവും ഇല്ല. എല്ലാം കാര്യം എന്നെ പോലെ തന്നെ. എന്താ മോളെ? എന്താ ഇത്? ഇതിനെന്തിനാ എന്റെ മോത്തിക്കുള്ള? ഞാനൊരു ചീട്ടിലെ എന്റെ ചാനൽ 50,000 സബ്സ്ക്രൈബേഴ്സ് ആയി. കേരളം, അതാണ് ചാനലിന്റെ പേര്. എല്ലാവരും കാണും. ഈ ദുനിയാവിൽ എല്ലാവരും കാണും. ഈ പോക്കിരിക്കലും കാണും. ഈ പോലത്തെ
എങ്ങനെ? ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, റീൽസ് എല്ലാത്തിലും കാണും. അതുകൊണ്ട് എന്തെങ്കിലും ഗുണണ്ട? ദേ ഒറ്റ കണ്ണമൊക്കെ മുച്ചിട്ട് കളിക്കാറ്. ഇതും ഒരു കണ്ടന്റാണ്. ഇതല്ലേ ഇതല്ലേ എന്ന് പറയും ഞാൻ. എന്താ മോളെ? എന്താ വെള്ളം വേണം? എന്താ എന്താന്ന് പറയ്. എന്താ പറയുന്നത്? ഒരു കണ്ടന്റാണ്. കുറച്ച് ദിവസമായിട്ട് ഉറക്കില്ല. സാധനണ്ട്. ഇത് കിട്ടിയാലേ ഉറക്കം വരുള്ളൂ. ഇതാണിപ്പോ വർക്ക് ചെയ്യുന്നത്. ഞാൻ കഴിയുന്നതും ഞാൻ വരയ്ക്കുന്നതും എല്ലാം പോസ്റ്റ് ചെയ്താൽ വ്യൂവേഴ്സ് കൂടും. കഴിഞ്ഞ ആഴ്ച തന്നെ കാര്യങ്ങളുടെ വീടിട്ടു 2 ലക്ഷം പേര് കണ്ട? ആണ്. പോട്ടെ. 2 ലക്ഷം പേര് മോൾക്ക് സുഖാണെന്ന് ആരെയും ചോദിച്ചാ ഞങ്ങൾ മരിക്കാനാണ്. ഫോണൊന്ന് ഓഫാക്ക്. പറ്റില്ല ഇവണി. നിന്നോട് ഫോൺ ഓഫ് ആക്കാതെ പറഞ്ഞേ. പറ്റില്ല നിങ്ങൾ ഓഫാക്കി. എന്താ പോണേ? ഇവിടെ വന്നിരിക്കും. നമ്മുടെ ഈ ചീട്ട് വെച്ച് ഒരുപാട് ആൾക്കാർ പറ്റിച്ചിട്ടുണ്ട്. പക്ഷെങ്കില് ഞാൻ ആരും എന്റെ കടയിലേക്ക് വിളിച്ചു വരുത്തി പറ്റിച്ചിട്ടില്ല. അവര് തോന്നുമ്പോ കയറി വന്നു കളിക്കണമെന്ന് മാത്രം. പക്ഷെങ്കില് ഈ കളിയുണ്ടല്ലോ, ഈ കളി വേണ്ട മോളെ. ഇത് നീ കളിക്കുകയില്ല, നീ തന്നെ ചീട്ടാവുകയാണ്. ആ ചീട്ട് ജനങ്ങൾ ഇവിടെ മറിച്ചുകൊണ്ടിരിക്കുകയും കേട്ടോ. അതാ ഇത് പെട്ടിയിൽ ക്യാമറയില്ലാത്ത, കണ്ണുകളിൽ സ്ക്രീനില്ലാത്ത ഒരു സമയം നമുക്ക് എല്ലാ ദിവസവും കുറച്ച് നമുക്കും നമ്മളറിയുന്നതോടെ അതിനു വേണ്ടി ഓർമ്മിക്കാൻ വേണ്ടി പോയാ 1000 രൂപ ആര് തോറ്റ കാര്യം പറയാം. ഒന്നുമില്ലക്ക, ഇന്നെന്റെ 3000 രൂപ പോയി. അല്ലാ, 3000 ഉറുപ്പിയോ? ഈ 3000 ഉറുപ്പിയക്ക് കാശ് വെച്ച കളി എന്ന് പറയുന്നത് ചീട്ടുകളി തന്നെയാണോ? ചീട്ടുകളി തന്നെക്ക. പക്ഷേ നിങ്ങളിവിടെ ഈ മരത്തിന്റെ അടിയിൽ ഇരുന്ന് ചീട്ട് നടത്തുന്ന പോലത്തെ കളിയില്ല. ഇത് ഓൺലൈൻ തപ്പി ഫോണിലാ കളിക്കുന്നത്. ഫോണിലാ? ഇക്ക നോക്കുക, ഇത് സ്പേഡ്, ഡയമണ്ട്, ജാക്കി, ഫ്ലവർ, രാജ, റാണി എല്ലാം കൂടിയിട്ടുള്ള കളി. ഇതോടൊക്കെ ജീവിക്കാൻ പറ്റും? ജീവിക്കാൻ പറ്റുമെന്ന് എന്നോട് തന്നെ ചോദിക്കാനായിട്ട് എനിക്ക് സമയം. നാട്ടിലാണെങ്കിൽ പണിയില്ല, ബാങ്കിൽ ലോണാച്ച ബാക്കി കിടക്കും. ഇതിനെന്തെങ്കിലും കിട്ടാൻ നോക്കിയതാ. ഇപ്പൊ ആളുകളൊക്കെ വലിയ കയ്യിലാ. റിയൽ എസ്റ്റേറ്റ്, ലൊക്കേഷൻ, ലോണ്, ലാഭം, ഇത് 3 വെച്ചിട്ടുള്ള ഒരു കളിയിലെ ആളുകൾ. അങ്ങനെ പറ്റേ. അപ്പൊ നമ്മുടെ കളി പോലെ തന്നെ അല്ല. അപ്പൊ ഈ കാശ് വെച്ച് ചീട്ട് നടത്തിക്കൊണ്ടിരുന്നത് വില കൂടും എന്നങ്ങ് പറഞ്ഞാ മതി. ആളുകൾ വന്ന് കാശ് വെച്ചോളും. ലൊക്കേഷൻ നോക്കാനൊന്നും പോണ്ട. അപ്പൊ ആൾക്കാരെ പറ്റിക്കണം. ചീട്ട് മറച്ച ആളെ പറ്റിച്ച അത് ചീറ്റിങ്. വില പറഞ്ഞ ആളെ പറ്റിച്ചാലോ അത് ബിസിനസ്. ബിസിനസ് കോഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. എന്നത് മനസ്സിലാവുന്നത്.
പോകട്ടെ. ഓക്കെ. അല്ലിക്ക ഒരു കാര്യം മറന്നു. ഇക്കാടെ വീടും പറമ്പും വിൽക്കാന്ന് പറഞ്ഞ കാര്യം മറന്നുപോയി. 10 ലക്ഷം രൂപ തരാന്ന് അന്ന് പറഞ്ഞതല്ലേ? ആ വീടും സ്ഥലവും എന്റെ മക്കളുടെയാണ്. അത് വിറ്റാല് ഞാൻ എവിടെ പോയി? ഇവിടെ ഇരിക്കാനൊന്നും പറ്റില്ല. ഈ വീടും ഇവിടുത്തെ ഈ ചന്തയും ഈ പറമ്പും ഈ കാണുന്ന മരവുമെല്ലാം ഇടിച്ച് നിരപ്പാക്കാനായിട്ട് ഇവിടുത്തെ കോർപ്പറേറ്റ് കുത്തക മുതലാളിമാരെ തീരുമാനമെടുത്തിരിക്കുക. ഇനി ഇതൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ ഇരിക്കാനും പറ്റില്ല. ഓർമ്മയിലിരിക്കട്ടെ. മോനെ വരി. ഇതെന്തിനൊക്കെ? ഇത് ഓർമ്മ വയ്ക്കാൻ. കളി ജയിക്കാനുള്ള അല്ല, കളിക്കാനുള്ള. ജയിക്കുമെന്ന് വിചാരിച്ചാൽ അത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് പിന്നെ ഇത് നമ്മുടെ സ്ഥലമാണ് മോളെ. ഈ മരത്തിന്റെ ചോട്ടിൽ നിന്നല്ല മോനെ വളർത്തിയത്. ഈ തായും ഈ ഷീട്ടൊക്കെ എങ്ങനോ അറിയും മോളെ. നിനക്കിത് തന്നെ പറയാനുള്ളൂ. പഴയ കാലല്ല, പഴയ 3 ഷീറ്റല്ല, പുതിയ 3 ഷീറ്റ്. ലോൺ എടുക്കുക, നാട് വിടുക, അക്കരെ പോയി അടിച്ചു പോയി കിടക്കുക. ആ 3 ഷീറ്റുക. അതില് ഏതെങ്കിലും ഒരു ഷീറ്റിൽ റാണിയിരുന്ന വിചാരം ഞാൻ അതിനനുവദിച്ചില്ല. നിങ്ങൾ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ വയ്യാതെ മുങ്ങിച്ചാവാൻ നേരം അതാ ആ സ്ഥലത്ത് അത് വിറ്റ് ലോൺ അടക്കി വാപ്പാന്ന് അന്ന് നിങ്ങൾ തരഞ്ഞു പറഞ്ഞു. അത് വേണ്ട മോള് ഇപ്പൊ നമ്മള് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു മോളെ. എനിക്കത് സങ്കടമില്ല. ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല. മുച്ചീട്ടുകളിൽ തീർന്നു എന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് സങ്കടം. പക്ഷേ മുച്ചീട്ടുകളിൽ തീർന്നിട്ടില്ല മോളെ. വേറെ ആളുകളും വേറെ ഷീട്ടുമായി വേറെ രീതിയിൽ ഷീട്ടുകളൊക്കെ എടുത്താൽ ധാരാളം. ഇനി ഒരുപാട് മാപ്പിളിക്കുന്നത് പാപ വരാറുണ്ട്. 50 കൊല്ലം ഈ മരത്തിന്റെ ചുവട്ടിലിരുന്ന് ജീവിച്ച കാലം. നാളെ ഇവിടെ വലിയൊരു
പിരിച്ചിങ്ങ് വരും. അന്ന് ഈ മരത്തെ ആരും ഓർപ്പിക്കുമോളെ, ഈ പായയും ആരും ഓർക്കാൻ പോടില്ല, ഈ മുച്ചിച്ച് കളിക്കാരനായും ആരും ഓർക്കില്ല, ആരും ഓർക്കില്ല മോളെ. മോളെ പ്രിയമുള്ളവരെ, മുച്ചിട്ട് കളിക്കാരനും മകളും ലഘുനാടകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും